അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസാവ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളുള്ളത് മക്കത്താട്ടോ. മക്കത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ. ജിദ്ദ വഴി മക്കത്തെത്തിയ 644 ഹാജിമാരെ അസീസിയയിലുള്ള ബിൽഡിംഗ് നമ്പർ 134, 99, 9 എന്നീ നമ്പറിലുള്ള ബിൽഡിങ്ങിലാണ് താമസക്കാർ. ഇതിൽ നിന്ന് ആദ്യം വന്നത് ശ്രീനഗർ, ഗുവാഹട്ടി എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നാട്ടോ ആദ്യ ഇന്ത്യ ഹജ്ജ് സംഘം എത്തിയത്. അതുപോലെ മദീനത്തിൽ വന്ന ഹാജിമാരും ഇപ്പോൾ മക്കത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇവർ ഇന്ത്യ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ജിദ്ദ വഴി മക്കത്തേക്ക് എത്തിയവരാണ് കേട്ടോ. ഇന്ന് രാത്രി 1 മണിക്കാണ് ഈ ഹജ്ജ് സംഘം അസീസിയയിൽ എത്തിയത് കേട്ടോ. 134 ബിൽഡിങ്ങും 99, 9 എന്നിങ്ങനെ ഉള്ള ബിൽഡിങ്ങുകളിലേക്കാണ് ഈ ഹാജിമാരെ വന്നത്. ഈ ഹാജിമാരെ സ്വീകരിക്കാനായിട്ട് മുത്തവഫിൻ്റെ ആളുകളും KMCCയുടെ ആളുകളും അതുപോലെ മറ്റ് സംഘടനകളുടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഹാജിമാരെ സ്വീകരിക്കാനായിട്ട് അവർക്ക് പ്രത്യേക സംസവും കാരക്കയും കൊടുത്ത് ഈ ഹാജിമാരെ അവരുടെ ബിൽഡിങ്ങിലേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം കേട്ടോ. മക്കത്തേക്ക് എത്തിയ ആദ്യത്തെ ഹജ്ജ് സംഘമാണ് ഈ വന്നത് കേട്ടോ. അൽഹംദുലില്ലാഹ്, ഹജ്ജിമാർക്കൊക്കെ ഹജ്ജും ഉംറയെല്ലാം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. അവരുടെ ഉംറയും ഹജ്ജും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നമ്മളെ ഈ ചാനൽ ഗ്രൂപ്പിലുള്ള ഫാമിലികൾക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈ ഹാജിമാരൊക്കെ അവർ വന്ന് നേരെ ജിദ്ദയിലെത്തി, ജിദ്ദയിൽ നിന്ന് നേരെ ബസ് മാർഗം മക്കത്തെത്തി, അതായത് അവരുടെ ബിൽഡിങ്ങിലേക്കാണ് ഈ ഹാജിമാരൊക്കെ കയറുന്നത് കേട്ടോ. അത് അവരെ സ്വീകരിക്കാനായിട്ട് മക്ക KMCCയുടെ വളണ്ടിയേഴ്സും അതേപോലെ മുത്തവഫിൻ്റെ വളണ്ടിയേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് വളണ്ടിയേഴ്സുകളുണ്ട്. മുത്തവഫിൻ്റെ കീഴിലുള്ള വളണ്ടിയേഴ്സ്, ഗവൺമെൻറ് വളണ്ടിയേഴ്സുകളുമുണ്ട്. അതുപോലെ തന്നെ KMCCയുടെ വളണ്ടിയേഴ്സും അവർക്ക് വേണ്ടിയ ഭക്ഷണ കിറ്റുകളും എല്ലാം കൊടുത്താണ് സ്വീകരിക്കുന്നത് കേട്ടോ. അവരൊക്കെ എത്തിയ നല്ല റാഹത്തിലാണ്. അൽഹംദുലില്ലാഹ്, അവരൊക്കെ നല്ല സന്തോഷത്തിലാണ് അതത് ബിൽഡിങ്ങിലേക്ക് അവർ കയറി ചെല്ലുന്നത്. മക്കത്ത് അസീസിയയിലാണ് നമ്മളെ ഇന്ത്യൻ ഹാജിമാർക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ, ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകളൊക്കെ സജ്ജീകരിച്ചത് കേട്ടോ. മക്കത്ത് അവിടുന്ന് ബസ് മാർഗമാണ്, അസീസിയെന്ന് ബസ് മാർഗമാണ് ഹറമിൻ്റെ അടുത്തേക്ക് വരിക. അതിന് മുത്തവഫിൻ്റെ ബസ്സുകൾ തന്നെ ഉണ്ടാവും. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഹറമിൻ്റെ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ ഇറങ്ങിയതിന് ശേഷം ഹറമിൽ പോവാം. അതേപോലെ റിട്ടേൺ അവർക്ക് ആ സ്റ്റാൻഡിൽ പോയി കഴിയണമെങ്കിൽ അവിടെ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിട്ടും. ഓരോ ബസ്സിനും ഓരോ നമ്പറുകളുണ്ട്. ആ നമ്പർ പ്രകാരമാണ് കയറി പോകേണ്ടത്. അസീസിയ ആ ഭാഗങ്ങളിലാണ് നമ്മളെ ഇന്ത്യക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ കിടക്കുന്നത്. അസീസിയയിലാട്ടോ, അസീസിയ ഭാഗത്താണുള്ളത്. കൂടുതലായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ അവിടെയാണ്, ആ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അൽഹംദുലില്ലാഹ്, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സംസവും അതേപോലെ കാരക്കയും മുത്തവഫിൻ്റെ സ്വീകരണാർത്ഥം അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ KMCCയുടെ ഒരു ഭക്ഷണ കിറ്റും അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.
SKSSFിൻ്റെയും അതേപോലെ SSFിൻ്റെയും വളണ്ടിയേഴ്സുമാരും ഈ ഭാഗത്ത് ഇവരെ സ്വീകരിക്കാനായിട്ടുണ്ട് കേട്ടോ. എല്ലാ ഹാജിമാരെയും സ്വീകരിച്ച് അവരുടെ അതാത് റൂമിലേക്ക് ആക്കി കൊടുക്കുന്നവരെ അവിടെ വളണ്ടിയേഴ്സ് അവരൊപ്പം ഉണ്ട് കേട്ടോ. ഹാജിമാരൊന്നും വന്നാൽ ഒന്നും പേടിക്കാനില്ല, എല്ലായിടത്തും വളണ്ടിയേഴ്സാണ്. ഇപ്പം നമ്മളെ ഇന്ത്യയിലുള്ള ആദ്യ വളണ്ടിയേഴ്സ് ഗ്രൂപ്പാട്ടത്.